ഇന്നത്തെ മെനു ബീഫ് കറിയാണ്. അതിനായി 1/2 കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി ബൗളിൽ വെച്ചിരിക്കുന്നു. ഇത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചീനച്ചട്ടിയിലിട്ട് ചെറുതായി ചൂടാക്കി ഈ ബീഫിൽ തിരുമ്മി വയ്ക്കണം. കറിക്ക് ഉപയോഗിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു 10 ചെറിയ ഉള്ളി, ഒരു വലിയ ടൊമാറ്റോ, ചെറുതായി കൊത്തിയരിഞ്ഞ തേങ്ങ, ഒരു ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. പകുതി തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും മാറ്റി മസാലക്കൂട്ടിനായി 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 5-6 കുരുമുളക്, ഒരു ചെറിയ കറുവാപ്പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ പൊടിച്ചെടുക്കുക. പാൻ ചൂടാക്കിയതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കുറച്ച് നേരം ചൂടാക്കി, ഒരു 5 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ചൂടാക്കി അത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബീഫിൽ തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കുക. 1/2 മണിക്കൂറോളം ഇതിരിക്കണം. പാകത്തിന് ഉപ്പും ചേർത്ത് ഈ മസാലകൾ ഈ ബീഫിൽ തിരുമ്മി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 1/2 മണിക്കൂർ ഇരിക്കട്ടെ. കുക്കർ സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇടുക. അതിനുശേഷം ഈ ചെറുള്ളി, പിന്നീട് ഇഞ്ചി ഇടുക, കറിവേപ്പില ഇടുക. ഇത് നന്നായി വഴറ്റിയെടുക്കുക. വഴന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടുന്നു. ടൊമാറ്റോ വഴന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ബീഫ് ഇടുന്നു. ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. നന്നായി ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ് നേരം വേവിക്കുക. ബീഫ് വെന്ത് പറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിക്കുക. അതൊഴിച്ച് ഒന്ന് തിളക്കട്ടെ. 2-ാം പാലിൽ കറി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസ് ഇടുന്നു. അതിനോടൊപ്പം മല്ലിയില നുറുക്കിയതും ഇടുന്നു. ഇതൊന്ന് ഇളക്കുക. ഒരു 2 മിനിറ്റ് വേകട്ടെ. കറി ഏതാണ്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ഒഴിക്കുക. ഇതിനെയും കടുക് വറുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യമേ വഴറ്റിയിട്ടാണ് ഇത് ഇറച്ചിയെല്ലാം ഇട്ടത്. അതുകൊണ്ട് ഇനിയും കടുക് വറുക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റ് അത് 2-ാം പാലിൽ കിടന്നൊന്ന് തിളച്ചോട്ടെ. എന്നിട്ട് ഉടനെ ഓഫാക്കാം.